ഒരൊറ്റ ക്ലിക്കിൽ ചാർട്ട്സ് മൂവ് ചെയ്യുന്ന സാധ്യതകളും ഐഡിയാസും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയാലോ. ട്രേഡിങ്ങിൽ പണ്ടുള്ളതുപോലെയല്ല കാര്യങ്ങൾ. ഇറ്റ്സ് ഇവോൾവിങ് ഫാസ്റ്റ്ലി. സോ നമ്മളും അതിനനുസരിച്ച് അഡാപ്റ്റ് ആവാനുള്ള ടൈം ആയിട്ടുണ്ട്. ഹായ് ഓൾ, ദിസ് അഖിൽ ഫ്രം എഡ്വലപ്പ്. സോ ഇന്നത്തെ വീഡിയോയിലൂടെ ചാർട്ടിൽ എങ്ങനെ ഇൻഡിക്കേറ്റേഴ്സ് ആഡ് ചെയ്യാമെന്നും അതുകൊണ്ടുള്ള നമ്മുടെ യൂസസ് ആൻഡ് ഇതിന്റെ ഡിഫറൻസസിനെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇൻഡിക്കേറ്റേഴ്സിനെ പറ്റി മുഴുവനായും മനസ്സിലാക്കുവാൻ വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇൻഡിക്കേഷൻസ് നമ്മുടെ റിയൽ ലൈഫിൽ ഒരുപാട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ ആയിട്ട് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് ടേൺ ഓർ റൈറ്റ് ടേൺ എടുക്കുന്നതിന് മുൻപായിട്ട് ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യും. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? പുറകിലുള്ള ഡ്രൈവേഴ്സിന് നമ്മൾ ഏത് ഡയറക്ഷനിലേക്കാണ് പോകുന്നതെന്നും പെട്ടെന്ന് വന്ന് ഹിറ്റ് ആവാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നതെന്നറിയും. ഓക്കെ, അപ്പം ഇതുപോലെ തന്നെ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ നമ്മൾ ചാർട്ടിലേക്ക് ഇൻഡിക്കേറ്റേഴ്സ് ആഡ് ചെയ്യുമ്പോഴും അവിടെ സംഭവിക്കുന്നുള്ളൂ. പക്ഷേ ഇത്രയും കേട്ടപ്പോൾ എന്നാൽ കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് ചാർട്ടിലേക്ക് ആഡ് ചെയ്ത് പെട്ടെന്ന് തന്നെ ട്രേഡ് എടുത്ത് വലിയ പ്രോഫിറ്റബിൾ ട്രേഡർ ആകാമെന്ന് നോക്കിയാൽ നടക്കില്ല. ഇതിന്റെ റീസൺ നോക്കുവാണെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് കൺഫ്യൂഷൻസ് കുറേ അധികം ഇൻഡിക്കേറ്റേഴ്സ് കൊണ്ട് നമുക്ക് വരും. ആൻഡ് അതോടൊപ്പം തന്നെ ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് ട്രേഡ് എടുക്കാനുള്ള ഒരു സ്റ്റെപ്പ് അല്ല, ബട്ട് അതിലുപരി നമുക്ക് മാർക്കറ്റിനെ പറ്റിയിട്ടുള്ള ഒരു കൺഫർമേഷൻ അല്ലെങ്കിൽ ഐഡിയാസ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യേണ്ടത്. സോ ബേസിക് ആയിട്ട് മാർക്കറ്റിനെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയാസും പ്രൈസ് ആക്ഷനും ഒക്കെ റീഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സ് ട്രേഡ് എടുക്കുന്നതിന് മുൻപുള്ള കൺഫർമേഷന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഒരു കൺഫ്ലുവൻസസിന് വേണ്ടിയിട്ടും ഇത് യൂസ് ചെയ്യാം. ഇൻഡിക്കേറ്റേഴ്സ് ബിൽഡ് ആക്കിയിട്ടുള്ളത് ഒരുപാട് കാൽക്കുലേഷൻ മോഡൽസ് യൂസ് ചെയ്താണ്. സോ നമ്മളിപ്പം കുറച്ചധികം ഇൻഡിക്കേറ്റേഴ്സ് ചാർട്ടിലേക്ക് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സെയിം മോഡലുള്ള അല്ലെങ്കിൽ കാൽക്കുലേഷൻസ് ഉള്ള ഇൻഡിക്കേറ്റേഴ്സ് ആയിരിക്കും നമ്മൾ ആഡ് ചെയ്യുക. ആൻഡ് ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സ് വർക്ക് ചെയ്യുന്ന സിറ്റുവേഷൻസ് മനസ്സിലായില്ലെങ്കിൽ ഇത് നമുക്ക് ഓപ്പോസിറ്റ്സ് ആയിട്ടുള്ള ഡയറക്ഷണൽ കൺഫ്ലുവൻസസും അല്ലെങ്കിൽ ഐഡിയാസ് ഒക്കെ തരും. സോ നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത് ഓരോ ഇൻഡിക്കേറ്റേഴ്സിന്റെയും കാറ്റഗറി ഏതാണെന്നും ഈ കാറ്റഗറി അനുസരിച്ച് ഏതൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെ മാർക്കറ്റ് കണ്ടീഷൻസിൽ അപ്ലൈ ചെയ്യണമെന്നും നമ്മൾ മനസ്സിലാക്കണം. സോ ടൈപ്സ് ഓഫ് ഇൻഡിക്കേറ്റേഴ്സിലേക്ക് വരുന്ന സമയത്ത് 3 ടൈപ്പാണ് നമുക്കുള്ളത്. ഫസ്റ്റ് വൺ ലീഡിംഗ് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് മാർക്കറ്റ് ഇപ്പോൾ ഒരു ബുള്ളിഷ് ബയാസിൽ അപ്സൈഡ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ ലീഡിംഗ് ഇൻഡിക്കേറ്റേഴ്സ് ആഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോഴുള്ള കറന്റ് ഡയറക്ഷൻ എന്താണെന്ന് മാർക്കറ്റിൽ ആ ഒരു മൂവ്മെന്റ് നടക്കുന്നതിന് മുൻപ് തന്നെയും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സ് ഓൾറെഡി ഹാപ്പൻ ആയ മൂവ് അല്ല, ഇനി നെക്സ്റ്റ് ഹാപ്പൻ ആവാൻ സാധ്യതയുള്ള മൂവ് ആണ് നമുക്ക് അവിടെ കാണിച്ചു തരുന്നത്. സെക്കൻഡ് വൺ ആണ് ലാഗിംഗ് ഇൻഡിക്കേറ്റേഴ്സ്. ഇവിടെ മാർക്കറ്റിലെ മൂവ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു ഡയറക്ഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം ഇങ്ങനെ സംഭവിച്ചു അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഇപ്പോൾ മാർക്കറ്റ് ഉള്ളത് എന്നുള്ള കണ്ടീഷൻ ആയിരിക്കും ലാഗിംഗ് ഇൻഡിക്കേറ്റേഴ്സിലൂടെ നമുക്ക് കാണിച്ചു തരും. സോ മൂവ്മെന്റ് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഇൻഡിക്കേഷൻ കണ്ടു കഴിഞ്ഞാൽ ലാഗിംഗ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു കൺഫർമേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. അതല്ലാതെ ഓക്കെ നമുക്കിവിടെ ഒരു കൺഫർമേഷൻ കിട്ടി ലാഗിംഗ് ഇൻഡിക്കേറ്റേഴ്സിലൂടെ, സോ പെട്ടെന്ന് തന്നെ ട്രേഡിലേക്ക് എൻട്രി ചെയ്യാമെന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ മൂവ്മെന്റ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടാവും. നെക്സ്റ്റ് ആ മൂവ്മെന്റ് എന്താണെന്ന് മനസ്സിലാക്കാതെ അതിലേക്ക് എൻട്രി ചെയ്യാതിരിക്കും. തേർഡ് വൺ മൊമെന്റം ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഇവിടെ ചാർട്ടിൽ ഒരു മൂവ്മെന്റ് നല്ല കൃത്യമായിട്ടുള്ള വോളിയത്തിൽ ഹാപ്പൻ ആവുകയാണെങ്കിൽ ഏതൊക്കെ ഏരിയാസിലാണ് കൂടുതൽ ട്രേഡ് വോളിയം ഹാപ്പൻ ആയതെന്നും ഏതൊക്കെ ഏരിയാസിൽ നിന്ന് നമുക്കിനി ട്രേഡ് നോക്കാം അല്ലെങ്കിൽ ട്രേഡ് എടുക്കാൻ ഹൈ പ്രോബബിൾ ആയിട്ടുള്ള സോൺസ് മനസ്സിലാക്കി തരാനാണ് മൊമെന്റം ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുക. സോ കാറ്റഗറി മനസ്സിലാക്കി എപ്പോഴും നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് ലാഗിംഗ് ഇൻഡിക്കേറ്റേഴ്സും ലീഡിംഗ് ഇൻഡിക്കേറ്റേഴ്സും മിക്സ് ചെയ്ത് ആഡ് ചെയ്യാതിരിക്കുക. അങ്ങനെ വരുന്ന സമയത്താണ് നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ള കൺഫ്ലുവൻസസ് അല്ലെങ്കിൽ രണ്ടും രണ്ട് ഡയറക്ഷൻസ് ഒക്കെ നമുക്ക് കാണിച്ചു തരിക. അപ്പം ഇത്രയും കൺഫ്യൂഷൻസ് വരുന്ന സമയത്ത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന ടെക്നിക്കൽ ഐഡിയാസ് പോലും മെസ്ഡപ്പ് ആയി പോകാനുള്ള ചാൻസസ് ഉണ്ട്. കാറ്റഗറി മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സ് എങ്ങനെ നമുക്ക് ചാർട്ടിലേക്ക് ആഡ് ചെയ്യാമെന്ന് നോക്കാം. ചാർട്ടിലേക്ക് ഇൻഡിക്കേറ്റേഴ്സ് ആഡ് ചെയ്യാൻ വേണ്ടി ട്രേഡിംഗ് വ്യൂവിന്റെ ടോപ്പ് സെക്ഷനിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് സെക്ഷനിലേക്ക് പോവുക. അവിടെ നമ്മൾ ഏതൊക്കെയാണ് ലാഗിംഗ് ആൻഡ് ലീഡിംഗ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം സെപ്പറേറ്റ് ആയിട്ടുള്ള സെക്ഷനിലേക്ക് ഇത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ജസ്റ്റ് അവിടെ സെർച്ച് ഓപ്ഷനിൽ ഏത് ഇൻഡിക്കേറ്റേഴ്സ് ആണോ നമുക്ക് വേണ്ടത്, ഇവിടെ എക്സാമ്പിൾ ആയിട്ട് മൂവിങ് ആവറേജ് ആണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത്. ഇത് ജസ്റ്റ് പ്രസ് ചെയ്ത് ആഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ചാർട്ടിൽ ഈ ഒരു മൂവ്മെന്റിന്റെ ലൈൻ നമുക്ക് കാണുവാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് ലീഡിംഗ് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ടുള്ള മൂവിങ് ആവറേജ് പോലെയുള്ള ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് ചാർട്ടിൽ തന്നെയും ആൻഡ് അതോടൊപ്പം തന്നെ RSI MACD പോലെയുള്ള ഓസിലേറ്റർ ഇൻഡിക്കേറ്റേഴ്സ് ചാർട്ടിന്റെ താഴെയായിട്ടുള്ള സെക്ഷനിലുമായിരിക്കും കാണുക.
സോ ഇൻഡിക്കേറ്റേഴ്സ് നമ്മുടെ കൺഫർമേഷൻസ് അല്ലെങ്കിൽ ടെക്നിക്കൽ സൈഡിന് ഒരു എക്സ്ട്രാ ബൂസ്റ്റിംഗ് ആണ് തരുന്നത്. അതുകൊണ്ട് തന്നെ ചാർട്ടിനെ റീഡ് ചെയ്ത് ടെക്നിക്കൽസ് അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം ഇൻഡിക്കേറ്റേഴ്സ് ഒരു കൺഫർമേഷന് വേണ്ടി യൂസ് ചെയ്യുക. സോ ഇൻഡിക്കേറ്റേഴ്സ് എന്താണ് എന്നുള്ള കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള യൂസ്ഫുൾ ഇൻഫോർമേഷൻസിനായിട്ട് എഡ്വലപ്പിനെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ.